നമസ്തേ. ഇന്ന് മന്ദാക്രാന്ത വൃത്തത്തെക്കുറിച്ചിട്ടാണ്. ഈ ഛന്ദസ്സിൽ 17 വർണ്ണങ്ങളാണ് ഉണ്ടാവുക. ഇതിൻ്റെ ലക്ഷണം മന്ദാക്രാന്താംബുധിരസനഗൈർമോ ഭനൗ തൗഗയുഗ്മം. ഇവിടെയുള്ള ഗണങ്ങൾ മബന തൗഗ യുഗ്മം, മഗണം, ഭഗണം, നഗണം, തഗണദ്വയം, പിന്നെ ലാസ്റ്റ് 2 ഗുരുക്കളും എല്ലാം കൂടി കൂട്ടി നോക്കിയാൽ 17 വർണ്ണങ്ങൾ അവിടെ ഉണ്ട്. ഈ ലക്ഷണത്തിൽ തന്നെ ഗുരു ലഘുക്കളെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഉദാഹരണത്തിലൂടെ ഒന്ന് നോക്കാം. മന്ദം മന്ദം മധുരനിന ദൈർവേണുമാപൂരയന്തം വൃന്ദം വൃന്ദാവന ഭുവി ഗവാം ചാരയന്തം ചരന്തം ഛന്ദോഭാഗേ ശതമഖ മഖധ്വംസിനാം ദാനവാനാം ഹന്താരം തം കഥയ രസനേ ഗോപകന്യാഭുജംഗം. ആദ്യത്തെ ലൈനിൽ നമുക്കൊന്ന് ഈ മന്ദാക്രാന്തിയുടെ ലക്ഷണം ഒന്ന് തിരിച്ച് നോക്കാം. ആദ്യത്തെ ഗണം ഏതാണ്? മഗണം അല്ലേ? അപ്പൊ ഇവിടെ നോക്കൂ, മന്ദം മന്ദം, അവിടെ മ എന്നത് ഹ്രസ്വമാണ്, സംയുക്താക്ഷരം തൊട്ടുള്ളത് കൊണ്ട് ഗുരുവായി. പിന്നെ ധം അനുസ്വാരം ഉള്ളത് കൊണ്ട് ഗുരു, വീണ്ടും മകാരം സംയുക്തം അക്ഷരം അടുത്തുള്ളത് കൊണ്ട് ഗുരു. അങ്ങനെ സർവഗുരു മഗണമായി വന്നിരിക്കുകയാണ്. പിന്നെ വീണ്ടും ദം മ ധു, ദം അനുസ്വാരമായതുകൊണ്ട് ഗുരു, മ ലഘു, ധു ലഘു. ആദി ഗുരു ഭഗണം അല്ലെ? മ ഭ എന്നാണ് മന്ദാക്രാന്തിയുടെ ലക്ഷണത്തിൽ തുടങ്ങുന്നത് ഗുണങ്ങൾ. പിന്നെ അടുത്തത് റാനീന, 3 ലഘുക്കളാണ്, അതുകൊണ്ട് തന്നെ നഗണം. പിന്നെ ദൈർവേണു, ദൈ ദീർഘമാണ് ഗുരു, വേ ദീർഘമാണ് ഗുരു, നു ഹ്രസ്വമായതുകൊണ്ട് ലഘു. അങ്ങനെ അന്ത്യലഘു തഗണം. പിന്നെ മാപൂര, മാ ദീർഘം ഗുരു, പൂ ദീർഘം ഗുരു, ര ഹ്രസ്വം ലഘു, വീണ്ടും അന്ത്യലഘു തഗണം. പിന്നെയുള്ളത് യന്തം എന്നാണ്. യ ലഘുവാണ്, പക്ഷെ സംയുക്താക്ഷരം അടുത്തുള്ളത് കൊണ്ട് ഗുരുവായി. പിന്നെ ദം എന്നതിലെ അം എന്ന അനുസ്വാരം ഉള്ളതുകൊണ്ട് വീണ്ടും ഗുരു. അങ്ങനെ അവസാന 2 ഗുരുക്കളോടുകൂടി ഈ മന്ദാക്രാന്ത വൃത്തം ഇവിടെ വന്നിരിക്കുകയാണ്. ആദ്യം മഗണം, പിന്നെ ഭഗണം, പിന്നെ നഗണം, 2 തഗണം, അവസാനം 2 ഗുരുക്കളോടുകൂടി. എങ്ങനെയാണ്? മബന തൗഗ യുഗ്മം എന്ന വൃത്തം അവിടെ, മന്ദാക്രാന്ത വൃത്തം അവിടെ വന്നിരിക്കുകയാണ്. ഇതുപോലെ മറ്റു ലൈനിൽ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്യാൻ സിമ്പിൾ തന്നെ ആയിരിക്കും. ചില
സാഹചര്യങ്ങളിൽ ഈ അക്ഷരങ്ങൾ സ്വരം, വ്യഞ്ജനം, അനുസ്വാരം, സംയുക്തം എന്നിങ്ങനെ വരുന്ന ഭാഗത്തെല്ലാം വൃത്തം തിരിക്കാൻ കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ കഷ്ടം ഉണ്ടായിരിക്കാം. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നമുക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിരന്തരം പ്രയത്നിച്ചു കൊണ്ടിരുന്നാൽ തീർച്ചയായും സിമ്പിളായിരിക്കും. ഓക്കെ, ധന്യവാദः.